ലൂക്കാ സുവിശേഷം 14 അധ്യായം 33 വാക്യം. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധിക്കുകയില്ല. നമ്മുടേതായ സ്വന്തമായിട്ടുള്ളതെല്ലാം, നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ളതെല്ലാം ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ നേട്ടം, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ നേടിയെടുത്ത, ഞാൻ വെട്ടിപ്പിടിച്ച എൻ്റേതെല്ലാം, എൻ്റേത് എന്ന് ഞാൻ പറയുന്നതെല്ലാം ഞാൻ ഉപേക്ഷിക്കുക. ഇനി ഈ ഭൂമിയിൽ എനിക്ക് എൻ്റേതെന്ന് പറയാൻ യാതൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നീ ശിഷ്യനാവാൻ യോഗ്യനാവുകയുള്ളൂ എന്ന് പറയുക. കർത്താവേ, തിരിഞ്ഞു നോക്കുമ്പം എല്ലാം എൻ്റേതാ. എൻ്റെ ഉടുപ്പ്, എൻ്റെ ആരോഗ്യം, എൻ്റെ വസ്തു, എൻ്റെ വാഹനം, എൻ്റെ കുഞ്ഞുങ്ങൾ, എല്ലാം ചേർത്ത് നമ്മൾ പറയുന്നത് എൻ്റേതെന്ന. ഈ എൻ്റെ എന്ന പ്രൈഡ്, എൻ്റേതെന്ന ഉള്ള ഒരു ചിന്ത അടർത്തി കുഴിച്ച് കളയുമ്പോൾ മാത്രമേ സ്നേഹമുള്ളവരെ അവിടെ ക്രിസ്തു ആരംഭിക്കുന്നുള്ളൂ. അതാണ് ക്രിസ്തു തരുന്നൊരു ബോധ്യം. ഐ എന്ന ഒരു അക്ഷരത്തിന്, ഞാൻ എന്നതിന് കുറുകെ വെട്ട് കിട്ടുമ്പോഴാണ് അത് യു ആയി ഇങ്ങനെ മാറുന്നത്. പെട്ട് കിട്ടുന്നു, അതിങ്ങനെ യു ആയി മാറുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ നീയായി മാറുന്ന അവസ്ഥ, ഞാൻ, എൻ്റെ ചിന്ത, എൻ്റെ ആലോചന അങ്ങനെയൊന്നും ഇനിയില്ല. എല്ലാം നിൻ്റേതാണ്, എല്ലാം നീയാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ വളരുമ്പോഴാ സ്നേഹമുള്ളവരെ പതുക്കെ നാം ക്രിസ്തുവിലേക്ക് അടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര സുന്ദരമാണ് ഇന്നത്തെ വചനം. ഞാൻ എന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകാതെ അവനിലേക്ക് പടർന്നു കയറാൻ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ആമേൻ.